വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചൂരൽമല ശാഖയിലെ വായ്പകൾ കേരള ബാങ്ക് എഴുതിത്തള്ളി. ബാങ്ക് ഭരണസമിതി യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. ആശ്വാസത്തിന്റെ വാർത്തയാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അമൽ, ആശ്വാസമാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്ന പലരും EMI മറ്റ് പലതരത്തിലുള്ള ഇടപാടുകളെ പറ്റിയൊക്കെ പറയുന്നു. ആ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതിനിടയിലാണ് കേരള ബാങ്കിന്റെ ഈ ആദ്യ ചുവടുവയ്പ് ഉണ്ടാകുന്നത്. പറയും. ആ ഒരു പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉപജീവന മാർഗം പൂർണ്ണമായും അവസാനിച്ച അവസ്ഥയാണ്. സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള സഹായം നൽകിയാൽ മാത്രം ജീവിതം ഒരു ദിവസം മുന്നോട്ട് പോകും എന്നുള്ള നിലയിലാണ് അവിടുത്തെ ആളുകളുള്ളത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ഈ വായ്പ എന്നൊക്കെ പറയുന്നത് ഒരു കീറാമുട്ടിയായി തന്നെ അവശേഷിക്കും. അവരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ മറ്റേ പുറത്തു നിന്നുള്ള സഹായം ആവശ്യമായുണ്ട്. ആ നാട്ടിൽ നിന്നുകൊണ്ട് കൃഷി ചെയ്തോ അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് മറ്റെന്തെങ്കിലും ഉപജീവന മാർഗം കണ്ടെത്തിയോ അവർക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അക്ഷയ പറഞ്ഞതുപോലെ ആ പ്രദേശത്തുള്ള ആളുകളിൽ നിന്നും മറ്റ് തരത്തിലെടുത്ത വായ്പകളും മറ്റുമൊക്കെ ഈ പുറത്തു നിന്നും എടുത്ത് സ്വകാര്യ ഏജൻസികളിൽ നിന്നും എടുത്ത വായ്പകളും മറ്റുമൊക്കെ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരമായി അവർക്ക് ഫോൺ കോളുകളും മറ്റുമൊക്കെ വരുന്നു എന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഈ ക്യാമ്പുകളിലും മറ്റുമൊക്കെ കഴിയുന്ന ആളുകൾ പറഞ്ഞിരുന്നു. EMI അടക്കമുള്ളവ തിരിച്ചടയ്ക്കണം, അടിയന്തരമായി തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിളികൾ വരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു അവിടെ നിന്ന് വന്ന പരാതി. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഭരണസമിതി യോഗത്തിൽ ആ പ്രദേശത്തെ ഇങ്ങനെയാണ് വാർത്താക്കുറിപ്പിലുള്ളത്. മരണപ്പെട്ടവരുടെയും അതോടൊപ്പം തന്നെ ഈടുവെച്ച വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും വായ്പകൾ എഴുതിത്തള്ളാൻ യോഗം തീരുമാനിക്കുന്നു എന്നുള്ളതാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നേരത്തെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും കേരള ബാങ്ക് തീരുമാനിച്ചിരുന്നു. ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന 2 വാക്കുകളാണ്. ഒന്ന്, വസ്തുവകകളും വീടുകളും നഷ്ടപ്പെട്ടവരുടെയും മരണപ്പെട്ടവരുടെയും വായ്പകൾ എഴുതി തള്ളാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ചെറിയ തോതിൽ പ്രശ്നങ്ങൾ നേരിട്ട ആളുകളെ ഒന്നും ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇപ്പോൾ കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അല്ല എങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളമാണോ എങ്കിൽ ഇതൊരു മലയോര മേഖലയാണ്. ഞാനൊരു മലയോര മേഖലയിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് കൂടി പറയാം. ആ പ്രദേശങ്ങളിൽ കൂടുതൽ ആളുകളും ആശ്രയിക്കുക ഒന്നുകിൽ സഹകരണ ബാങ്കുകളെ അല്ല എങ്കിൽ SBI പോലെയുള്ള ആദ്യഘട്ടം മുതൽ ദേശസാൽക്കരിച്ച ബാങ്കുകളെയാണ് നമ്മൾ ആശ്രയിച്ച് പോകുന്നത്. സ്വകാര്യ ബാങ്കുകൾക്ക് പോലും അങ്ങ് കടന്നു ചെല്ലാൻ പറ്റാത്ത ചില പ്രദേശങ്ങളാണ് അത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ SBI അടക്കമുള്ളവരും ഇത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അത് വലിയ തോതിൽ ഗുണം ചെയ്യും. ഈ കേരള ബാങ്കിൽ നിന്നൊക്കെ എത്ര പേരവിടെ വായ്പ എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കൊന്നും ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല ഇനിയിപ്പോൾ ജപ്തി ചെയ്യാൻ ഏതെങ്കിലും ബാങ്കുകാരങ്ങ് തീരുമാനിച്ചിറങ്ങിയാൽ കൂടി അവിടെ ജപ്തി ചെയ്യാൻ ഒന്നുമില്ല. അവിടെ ജപ്തി ചെയ്യാൻ ഇവർ കൊണ്ടുവച്ചിരുന്ന ഈട് നൽകിയിരുന്ന വീട് പോയി, ഈട് നൽകിയിരുന്ന വസ്തു പോയി. അപ്പോൾ പിന്നെ ഈ വായ്പ എഴുതി തള്ളുകയല്ലാതെ മറ്റു ബാങ്കുകാർക്കും എന്തെങ്കിലും തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. എന്തായാലും കേരള ബാങ്കിൻ്റെ തീരുമാനം ഒരു മാതൃകയാണ്. അത് ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായും ഒന്നുമില്ലാതായി പോയിട്ടുള്ള, നിസ്സഹായരായി പോയിട്ടുള്ള, നിരാലംബരായി പോയിട്ടുള്ള മനുഷ്യരാണ്. അവരിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് സഹായകരമാകുമെങ്കിൽ ഈ ഒരു ചുവടുവെപ്പെന്ന് പറയുന്നത് അത്രമേൽ അത് അഭിനന്ദനാർഹമാണ്. ഒപ്പം തന്നെ ആശ്വാസമാണ്.